വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന വിശുദ്ധ സന്ദേശവുമായി കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും നഗരവീഥികളിലും ജനപദങ്ങളിലും സഞ്ചരിക്കുകയും കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന ഉജ്ജ്വലമായ സാംസ്കാരിക സ്ഥാപനം കെട്ടിപ്പടുക്കുകയും ചെയ്ത മഹാനായ പി.എൻ. പണിക്കരുടെ ഓർമ്മ പുതുക്കുന്ന ദിനമാണ് ജൂൺ 19 എന്ന് നമുക്കൊക്കെയും അറിയാം. പി.എൻ. പണിക്കരെ മാത്രമല്ല, കേരളത്തിന് സാംസ്കാരിക വിദ്യാഭ്യാസം നൽകിയ ചെറുതും വലുതുമായ അനേകം വായനശാലകളെയും അതിൻ്റെ ചാലകശക്തികളായ അസംഖ്യം പ്രവർത്തകരെയും ഈ ദിനത്തിൽ നമ്മൾ ഹൃദയപൂർവ്വം ഓർമ്മിക്കുന്നു. ആ ഓർമ്മ അർത്ഥപൂർണമാവണമെങ്കിൽ, സത്യസന്ധമാവണമെങ്കിൽ വായനയുടെ സ്വർഗത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. പുസ്തകം കണ്ണുപോലെയാണെന്ന് കവി പറയുന്നു. അടച്ചാൽ അന്ധകാരം, തുറന്നാൽ വെളിച്ചം. വായന വാതിൽ തുറന്നിടുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ സ്വർഗത്തിലേക്ക്, ലോകത്തിലേക്ക് നമ്മൾ പതുക്കെ എത്തിച്ചേരുന്നു. മികച്ച ഓരോ പുസ്തകവും ഓരോ പ്രകാശഗോപുരമാണ്. അത് പ്രസരിപ്പിക്കുന്ന വെളിച്ചമുണ്ടല്ലോ, അത് നമുക്ക് ജീവിതത്തിൽ എക്കാലത്തും വഴികാട്ടികളാവുന്നു. ആപൽഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. അറിവിൻ്റെ ചക്രവാളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് സ്വതന്ത്രമായി മനസ്സിനെ മേയാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ബുദ്ധിയെയും ചിന്തകളെയും പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ അവ മനുഷ്യന് പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകുന്നു. ചിന്തകൾക്ക് ചിറക് നൽകുന്നു. വായനയുടെ മാന്ത്രിക വിളക്കിൽ തെളിഞ്ഞ അനുഭവങ്ങളാണ് പിന്നീട് ജീവിതത്തിലുടനീളം പ്രകാശം പരത്തുന്നത്. പുസ്തകം മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കും എന്ന് പറഞ്ഞ ഫ്രാൻസിസ് ബേക്കൺ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാലമെന്ന ആഴക്കടലിൽ നീന്തുന്നവർക്ക് ലക്ഷ്യത്തുറമുഖത്തെത്താൻ സഹായിക്കുന്ന വിളക്കുമാടമായി മാറുന്നത് അമൂല്യ ഗ്രന്ഥങ്ങളാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അറിവിനേക്കാളും വലുതാണ് ഭാവനാശേഷി എന്ന് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. മനുഷ്യൻ ഇന്നേ വരെ ആർജിച്ച നേട്ടങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാനം ഭാവനയുടെ പ്രവർത്തനം തന്നെയാണ്. വായനയിലാണ് നമ്മുടെ ഭാവന പ്രചലിതമാവുന്നത്, പ്രവർത്തന സജ്ജമാവുന്നത്. ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ് ഭാവന എന്ന് സാധാരണ പറയാറുണ്ട്. ഇന്നത്തെ വായനക്കാരനാണ് നാളത്തെ എല്ലാ രംഗത്തുമുള്ള ജേതാക്കൾ എന്നും നമുക്കറിയാം. നല്ല ഗ്രന്ഥങ്ങൾ നല്ല ചങ്ങാതിമാരെ പോലെയാണ്. അറിവ് കൊണ്ടും അനുഭൂതി കൊണ്ടും ആഹ്ലാദം കൊണ്ടും എല്ലാ കാലത്തും പുസ്തകങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നു, നമ്മെ വിലയിരുത്തുന്നു, നമ്മളെ തിരുത്തുന്നു, നമ്മളെ വളർത്തുന്നു. സൗഹൃദത്തിൻ്റെ പദവി നൽകി സമാദരിക്കുന്ന പുസ്തകങ്ങളുടെ വായന നമുക്ക് ആനന്ദമാണ്, ആശ്വാസമാണ്, ആശ്രയമാണ്. നമുക്ക് വീണ്ടും വീണ്ടും ചെല്ലാവുന്ന പ്രിയപ്പെട്ട ഇടമാണ് പുസ്തകങ്ങൾ. വീണ്ടും വീണ്ടും തുറന്നു നോക്കാവുന്ന വിലപ്പെട്ട സമ്മാനമാണ് പുസ്തകങ്ങൾ. ജീവിതത്തിൽ എല്ലാറ്റിനെക്കുറിച്ചും എന്തെങ്കിലും ചിലത് നമ്മൾ വായിച്ചിരിക്കണം. ചിലതിനെക്കുറിച്ച് അറിയാവുന്നതെല്ലാം വായിച്ചിരിക്കുകയും വേണം. ഒരുപാട് വായിക്കുക മാത്രമല്ല, വായിച്ചതിൽ ഒരുപാട് ഉൾക്കൊള്ളുക എന്നതാണ് സുപ്രധാനമായി നിൽക്കുന്നത്. 1000 പേജ് അലസമായി വായിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ ഗുണമുണ്ടാവും 1/2 പേജ് അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് വായിക്കുന്നതിന്. നമുക്കറിയാം, വായിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താശേഷി വർദ്ധിക്കുമെന്ന്. ചിന്താശേഷി വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വായനയുടെ നിലവാരവും മാറി മാറി വരും. പുസ്തകത്തിൽ നിന്ന് അകന്നു കഴിയുന്നവർ ഇന്ധനമില്ലാത്ത വാഹനം പോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിശ്ചലമായി പോകും എന്നുറപ്പാണ്. എപ്പോൾ നമ്മൾ വായന നിർത്തുന്നോ അപ്പോൾ നമ്മൾ മരിക്കാൻ തുടങ്ങുന്നു എന്ന വചനം നാം ഓർക്കണം. ആ ഓർമ്മ പതുക്കെ പതുക്കെ നമ്മെ വായനാശീലത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പാണ്. വായനയാണ് ഏറ്റവും നല്ല ശീലം. ബാക്കി ശീലങ്ങളെല്ലാം തനിയെ വന്നോളും. വ്യക്തിത്വത്തെ സമഗ്രമായി ഉയർത്തുന്നത് പുസ്തക വായനയാണ്. ഒരു ക്ലാസിക് കൃതി വായിക്കുന്നതിന് മുമ്പുള്ള നമ്മളായിരിക്കില്ല തീർച്ചയായും അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം. അടിമുടി ആന്തരികമായി നമ്മൾ പുതുക്കപ്പെടും, നവീകരിക്കപ്പെടും. അത്ഭുത ലോകത്തിലെ ആലിസും അത്ഭുത വാനരന്മാരും മാണിക്കക്കല്ലും ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഉണ്ണിക്കുട്ടൻ്റെ ലോകവുമെല്ലാം കുഞ്ഞുങ്ങളുടെ ഭാവനയെ സമ്പൽ സമൃദ്ധമാക്കും. രാമായണവും മഹാഭാരതവും ഇലിയഡും ഒഡീസയും ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങളുടെ വായന നമ്മുടെ ചിന്തകളുടെയും നമ്മുടെ മനസ്സിൻ്റെയും ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്നതാണ്. എല്ലാ പുസ്തകങ്ങളും ഒരു ജീവിതകാലം കൊണ്ട് ഒരാൾക്കും വായിച്ചു തീർക്കാൻ കഴിയുമെന്ന് വരില്ല. എന്നാൽ മികച്ച പുസ്തകങ്ങൾ മിക്കതും നമ്മുടെ വായനയുടെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതാണ്. ലോകത്തെ
നിർണായകമായി സ്വാധീനിച്ച പുസ്തകങ്ങൾ, വലിയ മാറ്റങ്ങൾക്ക് ഇന്ധനമായ ഗ്രന്ഥങ്ങൾ, ക്ലാസിക് സ്വഭാവമുള്ള പുസ്തകങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും മികച്ച സംഭാവനകളായ കൃതികൾ, അതൊക്കെയും വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയേ തീരൂ. നല്ല പുസ്തകങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്തും. നാം ഭക്ഷിക്കുന്നതെന്തോ അതാണ് നമ്മൾ എന്ന് പറയാറുണ്ട്. അതുപോലെ നാം വായിക്കുന്നതെന്തോ അതാണ് നമ്മൾ. ഒരു നേരം മക്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വേവലാതിപ്പെടുന്ന പ്രിയപ്പെട്ട ഒരമ്മ, അവർ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ, മക്കൾ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ വേവലാതിപ്പെടണം. നല്ല വസ്ത്രം ധരിച്ച് മക്കൾ അന്തസ്സോടെ പെരുമാറാൻ കൊതിക്കുന്ന ഒരച്ഛൻ, മക്കൾ നല്ല പുസ്തകം വായിച്ച് ആന്തരിക ചൈതന്യമുള്ളവരായി മാറാനും ആഗ്രഹിക്കണം. പാഠപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തൻ്റെ വിദ്യാർത്ഥികളുടെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുമ്പോൾ മാത്രമല്ല ഒരധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക അഭിമാനിയാകേണ്ടത്. മറിച്ച് പാഠങ്ങൾക്കപ്പുറത്തുള്ള പുസ്തകങ്ങൾ വായിച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഉൾക്കണ്ണ് തെളിയിക്കുമ്പോൾ കൂടിയാണ് ഒരധ്യാപകൻ അഭിമാനിയാകിത്തീരേണ്ടത്. പുസ്തകങ്ങളെപ്പോലെ ആനന്ദപ്രധാനമായ ഒരു ഗൃഹോപകരണമില്ല എന്ന് സാധാരണ പറയാറുണ്ട്. പുസ്തകങ്ങൾ ധാരാളമുള്ള വീട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആരാമം പോലെയാണ് എന്നും പുസ്തകമില്ലാത്ത വീട് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്നും മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല പുസ്തകം വായിച്ചാലേ വിദ്യാഭ്യാസം പരിപൂർണമാവൂ എന്നും നല്ല പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ വിദ്യാഭ്യാസം അർത്ഥപൂർണമാവില്ല എന്നും പലരും പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബുദ്ധി കൊണ്ട് മാത്രം നേടുന്ന വിദ്യാഭ്യാസമേ അല്ല. പകരം വായനയിലൂടെ, പ്രത്യേകിച്ച് സാഹിത്യ വായനയിലൂടെ ഹൃദയത്തെ കൂടി സംസ്കരിക്കാൻ കഴിയുമ്പോഴാണ് വിവേകപൂർണമായി വിദ്യാഭ്യാസം മാറുകയുള്ളൂ. നാടോടിക്കഥകൾ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ കഥയുള്ളവരായിത്തീരുന്നു. ബാലസാഹിത്യകൃതികൾ വായിച്ച് വിസ്മയിക്കുന്ന കുഞ്ഞുങ്ങൾ വിവേകമുള്ളവരായിത്തീരുന്നു. ഒരച്ഛൻ മകൾക്കയച്ച കത്തും ടോട്ടോച്ചാനും ഒലിവർ ട്വിസ്റ്റും ഗളിവരുടെ യാത്രകളും അറബിക്കഥകളും ഗോസായി പറഞ്ഞ കഥയും ഉൾക്കൊണ്ട വിദ്യാർത്ഥികൾ ചിന്തയിലും സാമൂഹ്യബോധത്തിലും തീർച്ചയായും മുൻപന്തിയിലെത്തും. കാരൂരിനെയും ബഷീറിനെയും MTയെയും മാധവിക്കുട്ടിയെയും വായിച്ച് ഇന്ദുലേഖയും ചെമ്മീനും ഓടയിൽ നിന്നും അഗ്നിസാക്ഷിയും രമണനും തുടങ്ങി മലയാളികളെ അകമേ പുതുക്കിപ്പണിത് ആധുനികരാക്കിയ, സൗന്ദര്യബോധമുള്ളവരാക്കിയ കൃതികൾ ഉൾക്കൊണ്ട് എഴുത്തച്ഛനെയും കുമാരനാശാനെയും വൈലോപ്പിള്ളിയെയും സച്ചിദാനന്ദനെയും കുരീപ്പുഴയെയും കുറിച്ച് അറിഞ്ഞ് വിദ്യാഭ്യാസം കഴിയുന്നവർക്ക് ആന്തരികമായ വെളിച്ചവും ഹൃദയവിശാലതയും ഉണ്ടാവും. വായിച്ച് വായിച്ച് വസന്തമായി വളർന്നവർ സമൂഹജീവിതത്തെ സുഗന്ധമുള്ളതാക്കും. പുസ്തക വായന വാസ്തവത്തിൽ നമ്മെ അന്തസ്സുള്ളവരും വിലയുള്ളവരുമാക്കി മാറ്റും. അകമേ സമ്പൽ സമൃദ്ധരാക്കും. വായനയിലൂടെ പരിചയപ്പെടുന്ന ഓരോ കഥാപാത്രങ്ങളുടെയും സംഭവങ്ങളിലൂടെയും അനുഭവ വിവരണങ്ങളിലൂടെയും ദേശങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ സത്യത്തിൽ വായനക്കാർ സമ്പന്നരാവുകയാണ്. അറിയാതെ അനേകരുമായി സാഹോദര്യത്തിലാവുകയാണ്. മാനവികതയുടെ അതിരില്ലാത്ത ലോകത്തേക്ക് സഞ്ചരിക്കുകയാണ്. കാലില്ലാത്ത ലോകസഞ്ചാരമാണ് പുസ്തക വായന എന്ന് ജുംബാലാഹിരി പറയുന്നത് ഈ അർത്ഥത്തിലാണ്. കെട്ടിക്കുടക്കുന്ന ജലാശയമാകാതെ നമ്മുടെ മനസ്സിനെ ഒഴുകുന്ന നദിയാക്കുന്നു പുസ്തക വായന. ആദർശമില്ലാത്ത മനുഷ്യൻ വഴിതെറ്റിയ കപ്പൽ പോലെയാണെന്ന് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മെ വീണ്ടെടുക്കാനും നമുക്ക് ജീവിതാദർശം നേടിത്തരാനും പുസ്തകം സഹായിക്കുന്നു. നമ്മുടെ മുഖത്തും മനസ്സിലും ആനന്ദത്തിൻ്റെ പുഞ്ചിരി വിടർത്തുന്ന, സന്തോഷം വിടർത്തുന്ന മഹത്തായ പ്രവൃത്തിയുടെ പേരാണ് വാസ്തവത്തിൽ വായന. പദസമ്പത്ത് തെഴുക്കുന്ന, ആശയവിനിമയശേഷി പൂക്കുന്ന ഭാഷയുടെ താഴ്വരയിലൂടെയുള്ള തീർത്ഥാടനത്തിൻ്റെ പേരാണ് പുസ്തക വായന. അറിവിനും കേവലം വിവരണത്തിനുമൊക്കെ അപ്പുറത്ത് അനേകം സംസ്കാരങ്ങളിലേക്കും ചരിത്രത്തിലേക്കുമുള്ള അവബോധത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും പേരാണ് വായന. നിരാശ നിറഞ്ഞ മനസ്സിന് പ്രത്യാശയുടെ നക്ഷത്രങ്ങൾ നൽകുന്ന ആനന്ദത്തിൻ്റെ പേരാണ് വാസ്തവത്തിൽ വായന. അനുഭവ ദാരിദ്ര്യം കൊണ്ട് വരണ്ടു പോകുന്ന ഹൃദയത്തെ വസന്തകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്നേഹയാത്രയുടെ പേരാണ് വായന. ഒരു ജന്മത്തിൽ തന്നെ അനേകം ജന്മം സമ്മാനമായി ലഭിക്കുന്നതിൻ്റെ പേരാണ് വായന. നമ്മുടെ ചെറിയ ജീവിതത്തെ, നമ്മുടെ കുഞ്ഞു ജീവിതത്തെ പച്ചയിലേക്കും പടർപ്പിലേക്കും ഇച്ഛാശക്തിയോടെ ആനയിക്കുന്ന പ്രചോദനത്തിൻ്റെ പേരാണ് വായന. ഉൾക്കാഴ്ചയുടെയും ഹൃദയവിശാലതയുടെയും മധുരിക്കുന്ന ഫലം തരുന്ന തേന്മാവാണ് വായന. മറക്കരുത്,
മനുഷ്യരാണ് നാം എന്ന് ഏറെ സാഹോദര്യത്തോടെ സർവ്വചരാചരങ്ങളെയും നെഞ്ചോട് ചേർക്കാനുള്ള സൗന്ദര്യബോധത്തിൻ്റെ പേരാണ് വായന. പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വായനാ ദിന സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.